അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷ വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നാക്കിൽ നിന്നും നമുക്ക് കേൾക്കാനിടയായത്. കേരളീയ മുസ്ലിം ഭൂമികയ്ക്ക് മുകളിൽ ഉരുണ്ടുകൂടിയ കാർമേഘമായി സമസ്ത മുസ്ലിം ലീഗ് CIC പാണക്കാട് പ്രശ്നകലുഷിതമാണ് എന്ന അർത്ഥത്തിലുള്ള നരേഷനുകളെല്ലാം വ്യാപകമായി കൊണ്ടിരിക്കുന്നൊരു സമയത്ത് ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളോട് മീഡിയ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 3 ദിവസം കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുന്നു എന്ന ആ സന്തോഷ വാർത്ത നമ്മൾക്കൊക്കെ കേൾക്കാനിടയായി. നോക്കൂ, നിങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് ഏതെങ്കിലും ഒന്നും എത്തിയിട്ടില്ല. അത് പരിഹരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അത് ഉത്തരവാദപ്പെട്ടവരോട് സംസ്ഥയുടെ നേതാക്കള് അതുപോലെ തന്നെ കുഞ്ഞാപ്പി സാഹിബ് ഞങ്ങളെല്ലാവരും കൂടി ആ കാര്യത്തില് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ അതിലൊരു തീരുമാനത്തിലെത്തും. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. കേരളീയ മുസ്ലിം ഭൂമിക, പ്രബോധന ഭൂമിക കേൾക്കാൻ ആഗ്രഹിച്ച, വിലമതിക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നാക്കിൽ നിന്ന് മുതിർന്നു വീണിട്ടുള്ളത്. 3 ദിവസങ്ങളെ കൊണ്ട് സകല പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ടാക്കാൻ പോകുന്നു എന്നത് നമ്മളൊക്കെ വലിയ ഹർഷാരവത്തോടു കൂടെ സർവാത്മന നമ്മളതിനെ സ്വാഗതം ചെയ്യേണ്ട, വളരെ സന്തോഷത്തോടു കൂടെ വരവേൽക്കേണ്ട ഒരു വാർത്തയാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ തങ്ങളുടെ ഈ വാക്ക് നമ്മൾ മുഖവിലക്കെടുക്കുമ്പോഴും നമ്മൾ വളരെ വലിയ പ്രത്യാശയോടുകൂടെ അതിൻ്റെ പ്രതിഫലനങ്ങൾക്ക് കാതോർത്തിരിക്കുമ്പോഴും 2023 ഏപ്രിൽ മാസം 16-ാം തീയതി ബഹുമാനപ്പെട്ട തങ്ങൾ നൽകിയ ഒരു ഉറപ്പ് എന്നതിൻ്റെ പേരിൽ തയ്യിബ് ഫൈസി സ്റ്റേജിൽ വന്നുകൊണ്ട് നടത്തിയൊരു പ്രഭാഷണത്തിൻ്റെ ശകലം, അതും നമ്മളൊന്ന് ഇതിനോട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. അതൊന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉംറയ്ക്ക് വന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. തങ്ങൾ വിഷയമായി പറഞ്ഞു, ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഉസ്താദുമാരെ ഏൽപ്പിച്ചു, ആ കാര്യം നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ കുറെ നീണ്ടുപോയി. പിന്നെ റമദാൻ വന്നു. അപ്പൊ ആ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നാണ് പോയാൽ അതാണ് നടപ്പാക്കും, എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ നടപ്പാക്കുന്നു പറഞ്ഞു തങ്ങൾ. ഏതായത് തങ്ങൾ പറഞ്ഞു, ഞാൻ നിർവഹിക്കും. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ അയാളെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ രാജിവെക്കുന്ന തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും. തങ്ങൾ കേട്ടല്ലോ, 2023 ഏപ്രിൽ മാസം 16-ാം തീയതി CH തയ്യിബ് ഫൈസി പറഞ്ഞ വർത്തമാനമാണിത്. തങ്ങൾ ഉംറയ്ക്ക് വന്ന സമയത്ത് കണ്ടപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ തങ്ങൾ കൊടുത്ത വാക്കാണ്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഇതിന് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും, അദ്ദേഹത്തെ രാജിവെപ്പിക്കും, CICയുടെ ജനറൽ സെക്രട്ടറിയെ രാജിവെപ്പിക്കും, അദ്ദേഹം രാജിവെച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ തലപ്പത്ത് നിന്ന് രാജിവെച്ചു പോകും എന്ന് തങ്ങൾ പറഞ്ഞതാണ്. 2023 ഏപ്രിൽ മാസം, ഇപ്പോൾ 2024 ഫെബ്രുവരി മാസം, മാർച്ച്, ഏപ്രിൽ, ഒരു മാസം കൂടെ 2 മാസം കൂടെ പിന്നിടുമ്പോൾ 1 വർഷം ആ വാക്കിന് സമയം തികയുന്ന ഒരു ഘട്ടമാണ്. എന്തുകൊണ്ടാണ് പാണക്കാട്ടെ ഒരു തങ്ങൾ ഒരു നിലപാടെടുത്തിട്ട്, ഒരു തീരുമാനമെടുത്തിട്ട്, പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വന്നത് എന്നത് നമ്മളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. നോക്കൂ, അതിനുശേഷം 2023 സെപ്റ്റംബർ മാസം 6-ാം തീയതി മറ്റൊരു പ്രഭാഷകൻ, ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം കൂടെ കേട്ടു നോക്കൂ. അറിവ് തന്നൊരു വാക്കായിരുന്നു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും പറയുന്നു, സമത്വ ഒരു തീരുമാനമെടുത്ത് അവരോട് പറഞ്ഞാൽ അത് അവർ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന്റെ തലപ്പത്തുണ്ടാവില്ല. ഞാൻ ഈ സദസ്സിന് മുമ്പിൽ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുമായി സംസാരിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മനസ്സറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് ഈ യോഗം നടക്കുന്ന കാര്യം അറിഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തങ്ങളോട് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തിൽ വെക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു. സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെയോ, സമസ്ത ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം CIC അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അതിന്റെ തലപ്പത്തുണ്ടാവില്ല, പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞത് തങ്ങൾ. 2023 ഏപ്രിൽ 16 കഴിഞ്ഞ് CH തയ്യിബ് ഫൈസിയുടെ പ്രസ്താവന കഴിഞ്ഞ് 2023 സെപ്റ്റംബർ, ഏപ്രിൽ കഴിഞ്ഞ് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 5-ാമത്തെ മാസം വീണ്ടും തങ്ങൾ കൊടുത്ത ഉറപ്പാണ്, പ്രസിഡന്റ് സ്ഥാനത്ത് തങ്ങൾ ഉണ്ടാവില്ല ഇവർ ഈ വിഷയം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങളെ മുഴുവൻ കലുഷിതമാക്കിയത് CIC വിഷയമാണല്ലോ. ആ വിഷയത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥത വഹിക്കാമെന്ന് ഏറ്റ് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകിയ വാക്കുകളൊന്നും തങ്ങളെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കുമെന്നത് നമ്മളൊന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതില്ലേ?
ഞാൻ അതിന്റെ തലപ്പത്തുണ്ടാവില്ല. തങ്ങൾ ഇന്ന് പറഞ്ഞ വാക്കാ. തങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട്. മുമ്പ് അവരുമായി നമ്മൾ ചർച്ചയിലുള്ള 9 കാര്യങ്ങളുണ്ട് സമസ്തകളുടെ ജമീയത്തുലമ മുന്നിൽ വെച്ച്. ആ 9 തീരുമാനങ്ങൾ അവരെ കൊണ്ട് അംഗീകരിച്ചിട്ട് അതിന് തങ്ങൾ വാങ്ങിത്തരാമെന്ന് തങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട്. 2024 ഡിസംബർ 11 സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മീഡിയയോട് പറഞ്ഞ വർത്തമാനമാണിത്. സമസ്ത മുൻപിലേക്ക് വച്ചിട്ടുള്ള ഡിമാൻഡുകൾ അവരെ കൊണ്ട് CIC കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഈ ഉറപ്പുകൾക്ക് പുറമെയാണ് ബഹുമാനപ്പെട്ട സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് വന്ന മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു ബൈറ്റ്. അത് ഞങ്ങൾ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും അത് ഉത്തരവാദപ്പെട്ടവരോട് സംസ്ഥയുടെ നേതാക്കള് അതുപോലെ തന്നെ കുഞ്ഞാവി സാഹിബ് ഞങ്ങളെല്ലാവരും കൂടി ആ കാര്യത്തില് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 ദിവസത്തിന്റെ ഉള്ളിൽ അതിലൊരു തീരുമാനത്തിലെത്തും. 2-3 ദിവസത്തിന്റെ അകത്ത് തീരുമാനത്തിലെത്തുമെന്നാണ് അവസാനമായി തങ്ങൾ നൽകിയ വാക്ക്. ഈ വാക്കിന് കാതോർത്തിരിക്കുകയാണ്. ഈ വാക്കിന്റെ പ്രതിഫലനങ്ങൾക്കും അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിനും ഈ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ മുഴുവനും പെയ്തൊടിഞ്ഞ് 100ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ സമ്മേളനത്തിലേക്ക് അടുക്കും തോറും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് എല്ലാ സങ്കീർണതകളും അവസാനിപ്പിച്ച് ഒരു മെയ്യായി ഒറ്റക്കെട്ടായി സമസ്തയുടെ അജയ്യമായ ആ ഒരു തേരോട്ടത്തിൻ്റെ ഭാഗമാകാൻ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മുൻപോട്ട് പോക്കിന് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ മധ്യസ്ഥത വഹിച്ച് ഒരു പരിഹാരം 2-3 ദിവസത്തിൻ്റെ അകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് സന്തോഷത്തോടു കൂടെ നമ്മൾ കേൾക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും മുൻപ് തങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ, തങ്ങൾ നൽകിയ ഉറപ്പുകളൊക്കെ പാലിക്കപ്പെടാതെ അതൊക്കെ ലംഘിക്കപ്പെടുന്നിടത്തേക്ക് പോയത് എന്ന ആശങ്ക മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെയാണ് തങ്ങളുടെ വാക്കിന് കാതോർത്തിരിക്കുന്നത്. ഈ പറയപ്പെട്ട ഉറപ്പുകളൊക്കെ ലംഘിക്കപ്പെടുന്നിടത്തേക്ക്, നടപ്പിലാക്കാൻ കഴിയാത്തിടത്തേക്ക് തങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ശക്തി വേറെയും ഉണ്ടോ എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. കാരണം പാണക്കാട്ടെ തങ്ങന്മാർ ഒരു പ്രശ്നത്തിൽ അതിൻ്റെ മധ്യസ്ഥരായി നിന്നിട്ട് ആ പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകിയിട്ട് നടക്കാതെ പോയ കേസുകൾ ഉണ്ടായതായി അറിവില്ല. പക്ഷേ CIC മൂലമുണ്ടായ, CIC കാരണമായി ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ, പാണക്കാട് സമസ്ത മുസ്ലിം ലീഗ്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലഹേതുവായി CICയെ നമുക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ. പക്ഷേ ആ പ്രശ്നത്തിൽ മാത്രം എന്തേ പാണക്കാട്ടെ തങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല? തങ്ങൾ വല്ല സമ്മർദ്ദ ശക്തികളുടെയും വലയത്തിലാണോ എന്നുവരെ ചോദിക്കുന്നവരുണ്ട്. ഏതാണെങ്കിലും തങ്ങൾ പറഞ്ഞ 2-3 ദിവസം എന്ന് പറഞ്ഞ ആ ഒരു സമയത്തിന് ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുമ്പോൾ കേരളീയ മുസ്ലിം പ്രബോധന ഭൂമിക വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ആ വാക്കുകളെ കാണുന്നത്. അത് പുലരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.